സ്നേഹം നിറഞ്ഞ ഫേസ്ബുക്ക് സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വിവാഹത്തെക്കുറിച്ച് ഉള്ള സങ്കല്പങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതികളുമാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ബലാത്സംഗം, പീഡിപ്പിക്കൽ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള പീഡനങ്ങൾ, അതിക്രമങ്ങൾ ധാരാളം കൂടിയിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? ഇപ്പോൾ ഗവൺമെന്റ് ഇപ്രകാരം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു: പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കരുത് എന്ന ഒരു നിയമം നിലവിൽ വന്നാൽ വരുത്തിയാൽ എന്താ എന്ന്. വിവാഹത്തെക്കുറിച്ച് പല ആളുകൾക്കും, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വീക്ഷണമായിരിക്കും. എന്നാൽ ഞാനിവിടെ എൻ്റെ വീക്ഷണം പറയുന്നു. ഞാൻ ശൈശവ വിവാഹത്തിൽ വിശ്വസിക്കുന്നു. പഴയ കാലങ്ങളിൽ പല ആളുകൾ നടത്തിയിരുന്ന ശൈശവ വിവാഹ രീതി വളരെ ഉത്തമമായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അന്നത്തെ കാലത്ത്, ചെറുപ്പകാലത്ത് മുതിർന്നവർ കണ്ടുവച്ച് അവർ കാണിച്ചു തരുന്ന അവരുടെ ബുദ്ധിയിലും അവരുടെ ലോക അറിവിലും അവർ തിരഞ്ഞുപിടിച്ചിരുന്ന അനുയോജ്യമായ വധുവിനെ ലഭിക്കുമായിരുന്നു. മാത്രമല്ല, അപ്പൂപ്പൻ, അമ്മൂമ്മ തുടങ്ങിയവർ അടക്കം ചേർന്നുകൊണ്ട് ആ വിവാഹം നടത്തി തരികയും ആ വിവാഹത്തിൽ അവർ രണ്ടാളും പങ്കാളികളായിട്ട് വളരെ കാലം അവർക്ക് ജീവിക്കാൻ കഴിയുകയും ചെറുപ്പം തൊട്ടേ, കളങ്കമില്ലാത്ത സമയം തൊട്ടേ അവർ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്നു. ഈ നിയമം ഭേദഗതി വരുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പം തൊട്ടേ ഗർഭിണിയായി പ്രസവിക്കുന്നത് കൊണ്ട് ശാരീരികമായിട്ട് ആരോഗ്യത്തിനെ ബാധിക്കും എന്നതാണ് ശൈശവ വിവാഹം നിർത്താനുള്ള പ്രധാന കാരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശൈശവ വിവാഹം വീണ്ടും ഗവൺമെന്റ് ഒരു നിയമത്തോടു കൂടി തുടങ്ങിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു 12-13 വയസ്സുള്ള കുട്ടികളെ പരസ്പരം വിവാഹം കഴിപ്പിക്കുക, അവർക്ക് സന്തതികൾ ഉണ്ടാകുന്ന കാര്യം മാത്രം നീട്ടിവെക്കുക. കാരണം അതിനൊരു പരിധി നിശ്ചയിക്കുക. അതായത് ഗവൺമെന്റ് നിയമപരമായിട്ട് അവർക്ക് അതിനൊരു നിയമവ്യവസ്ഥ കൊണ്ടുവരിക. 15-16 വയസ്സ് തികയാതെ പ്രസവിച്ചാൽ അതിന് ഒരു ഫൈൻ നിശ്ചയിക്കുന്ന തരത്തിലും, പിന്നെ മെഡിക്കൽ പരമായിട്ട്, വൈദ്യപരമായിട്ട് ശരീരത്തിന് എന്തെങ്കിലും ഒരു സംവിധാനം, രൂപം ധരിക്കാതിരിക്കാനുള്ള ഒരു, പിന്നീട് എടുത്തു മാറ്റാനും പറ്റിയ രീതിയിലുള്ള ഒരു പെർമനന്റ് സംവിധാനം പിടിപ്പിക്കുകയും ചെയ്തിട്ട്, ആ രീതിയിൽ പിടിപ്പിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നാൽ എന്തുകൊണ്ട് ശൈശവ വിവാഹം വീണ്ടും ആരംഭിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചെറുപ്പം തൊട്ടേ യുവാക്കൾ ഒരു പെൺകുട്ടിയായി ജീവിച്ചു തുടങ്ങിയാൽ അവർ പിന്നെ യാതൊരു തരത്തിലും വൈബേക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീടുള്ള എൻ്റെ വീക്ഷണം, പ്രായപ്പെട്ട ആളുകൾ പ്രായം വളരെ കുറഞ്ഞ കുട്ടികളെ പ്രണയിക്കുന്നു, അല്ലെങ്കിൽ പ്രായം വളരെ കുറഞ്ഞ കുട്ടികൾ, ഒരു 25 വയസ്സുള്ള കുട്ടി 50 വയസ്സുള്ള ആളെ പ്രണയിക്കും, 45 വയസ്സുള്ള ആളെ പ്രണയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അഭിപ്രായത്തിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. അതേസമയം തെറ്റുണ്ട് താനും. കാരണം നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതി അനുസരിച്ച് 18 വയസ്സ് പെൺകുട്ടിക്കും 22 വയസ്സ് ആൺകുട്ടിക്കും പൂർത്തിയായാൽ അവർക്ക് പരസ്പരം വിവാഹം കഴിക്കാം, വിവാഹത്തിനുള്ള അനുമതി ലഭിച്ചു, വിവാഹം കഴിച്ച് ജീവിക്കുക, അവരുടെ ഇഷ്ടത്തിന് വിവാഹം കഴിക്കുക എന്നുള്ള വിവാഹ നിയമപ്രകാരം വിവാഹം കഴിക്കാനുള്ള ഒരു പ്രായപരിധിയായി. പിന്നെ അതിനു മുകളിൽ
പ്രായപരിധിയെ പറ്റി ഒരു നിയമത്തിലും പറയുന്നില്ല. പിന്നെ മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ രാജകൊട്ടാരങ്ങളിലൊക്കെ ബാലികമാർ ആയിരുന്നു. 60 വയസ്സുള്ള രാജാക്കന്മാർക്കൊക്കെ ബാലികമാരായിരുന്നു ഭാര്യമാർ. കൊട്ടാരം ദാസിമാരായിട്ടിരുന്ന അന്നത്തെ കൊട്ടാരം, നമ്മൾ ഇന്ന് കൊട്ടാരം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നത്തെ മാതിരി AC-യും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ടിവിയും ഇന്റർനെറ്റും എല്ലാ സംവിധാനവും പോലെ തോന്നുന്ന ഒരു സോഫയും മെത്തയും ഒക്കെ ഉള്ള മാതിരിയുള്ള ഒരു കൊട്ടാരമാണ് നമ്മളെ മനസ്സിലേക്ക് വരിക. എന്നാൽ അന്നത്തെ പണ്ടത്തെ കാലത്തുള്ള കൊട്ടാരം എന്ന് പറഞ്ഞാൽ വെറും ചെങ്കല്ല് കൊണ്ട് കെട്ടിയതും മണ്ണിൽ ഉറപ്പിച്ചതുമായിട്ടുള്ള കല്ലുമായിട്ടുള്ള ചുമരുകളും അത്തങ്ങളും ഒക്കെ ആയിരുന്നു. അന്ന് ബാത്റൂമിന് പോലും ഉപയോഗിച്ചിരുന്നത് പാറക്കല്ലുകൾ തുറന്ന് ഊത്തി ഉണ്ടാക്കിയായിരുന്നു വീടിന്റെ മുകളിൽ നിന്ന്. പഴയ വീടുകളിലൊക്കെ പോയാൽ ഇപ്പോഴും കാണാം. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു പണ്ട് കാലത്തെ കൊട്ടാരം എന്ന് പറയുന്നത്. വെറും ചെങ്കല്ല് കൊണ്ട് കെട്ടിയ കുറെ മുറികൾ ഉണ്ടാക്കിയിട്ട് അതിൽ കുറെ ഗോപുരങ്ങളും ചിത്രപ്പണികളൊക്കെ ചെയ്തത് മരം കൊണ്ടും മറ്റുമായിട്ട്. അതിൻ്റെ ഉള്ളിൽ ഈ പാവം സ്ത്രീകൾ 10, 500, 10, 200 സ്ത്രീകളൊക്കെ ദേവദാസികളായിട്ട് ആ കൊട്ടാരങ്ങളിൽ വസിച്ചിരുന്നു എന്നതൊരു സത്യം. ഈ ദേവദാസികൾ ഏറ്റവും ബാലികമാരും സുന്ദരികളുമായവരെയായിരുന്നു രാജാക്കന്മാർ അന്ന് തെരച്ചിലിന് പിടിച്ചിരുന്നത് പഴയ കാലങ്ങളിൽ. അപ്പോൾ പിന്നെ മാത്രമല്ല, ബൈബിളിലും പറയുന്നുണ്ട്, ഒരു മെസ്സഞ്ചർ, പ്രവാചകൻ, അയാളുടെ വാർദ്ധക്യത്തിൽ അയാളുടെ രോഗം മാറാൻ, രോഗശാന്തിക്കായി അദ്ദേഹത്തിന് ഒരു ബാലികയെ വിവാഹം ചെയ്തു കൊടുത്തത്. പിന്നെ ഒരു 25 വയസ്സുള്ള പെൺകുട്ടി ഒരു 50 വയസ്സുള്ള ആളെ പ്രണയിച്ചാൽ, അല്ലെങ്കിൽ 55 വയസ്സുള്ള ആളെ പ്രണയിച്ചാൽ, അതിൽ അവർക്കുണ്ടാകുന്ന 55 വയസ്സുള്ള ആളെ പ്രണയിച്ചാൽ ചില സമയത്ത് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അത്രയും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിലോ മറ്റ് സന്യാസികളായി പോകുന്നതിലോ ഒക്കെ മെച്ചമാണ് ഒരു പ്രായപ്പെട്ട ഒരു മനുഷ്യനെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ജീവൻ നയിക്കുന്നത്. കാരണം എത്രയോ പെൺകുട്ടികളെ വെറുതെ ദേവദാസികൾ എന്ന് പറഞ്ഞ് സന്യാസിമാരായിട്ട് കുറെ പോകുന്നുണ്ട്. എത്രയോ പെൺകുട്ടികൾ വെറുതെ ജീവിതം പാഴാക്കുക, സ്വന്തം ജീവിതം പാഴാക്കുക. കന്യാസ്ത്രീകളും മറ്റുള്ള സന്യാസിനികളായിട്ടുള്ള പല സ്ത്രീകളും സ്വന്തം ജീവിതം പാഴാക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്ത് ജനിച്ചതിന് അർത്ഥമില്ലാത്ത രീതിയിൽ ജീവിക്കാതെ ജീവിതം പാഴാക്കുക, അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. പിന്നെ ഈ 20 വയസ്സുള്ള കുട്ടി പ്രായപ്പെട്ട വൃദ്ധന്റെ 60 വയസ്സ് 65 വയസ്സുള്ള ഒരാളെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ നാട്ടിൽ പറയും അച്ഛൻ്റെ പ്രായം വലിയച്ഛൻ്റെ പ്രായം എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുമ്പോൾ അയാളെപ്പുറം പോയി, അതിലൊന്നും അർത്ഥമില്ല. പക്ഷേ അങ്ങനെ പോയാൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ആ കുട്ടിയുടെ ജീവിതത്തിൽ അവരുടെ അച്ഛനും അമ്മയും വെച്ചിരുന്ന പ്രതീക്ഷകൾ മുഴുവൻ നശിച്ചു. ആ കുട്ടിയെ ചെറുപ്പം തൊട്ട് പെറ്റ് വളർത്തിയെടുത്ത് വലുതാക്കിയെടുത്ത് ഒരു നല്ല വിവാഹം കഴിച്ച് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ വിവാഹം കഴിച്ചയച്ച് നല്ല രീതിയിൽ എത്തിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന രക്ഷിതാക്കളായിരുന്നെങ്കിൽ അത് തീർച്ചയായും അവരോട് ചെയ്യുന്ന മഹാപാവമാണ്. അല്ലാതെ 25 വയസ്സുള്ള കുട്ടിക്ക് 50 വയസ്സുള്ള ആളെ വിവാഹം കഴിക്കുക, അയാളെ ശുശ്രൂഷിക്കാം, അയാളെ കൂടെ ജീവിക്കാം, അതിൽ നിന്നും തെറ്റൊന്നും പറയാൻ ഞാൻ കാണുന്നില്ല. അതൊരു തെറ്റായിട്ട് എടുക്കാനുമില്ല. അതിൽ ആ പെൺകുട്ടിക്ക് അത്രയും പ്രണയം അദ്ദേഹത്തോട് വേണം എന്ന് മാത്രം. ജീവിതം എന്ന് പറഞ്ഞാൽ, ഇതൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം വീണ് അത് തിളച്ച ആവിയായി പോകുന്ന പോലെയാണ്. ഈ നാടക സ്റ്റേജിൽ വന്നിട്ട് പെട്ടെന്ന് അഭിനയിച്ച് നാടകം നിർത്തി പോകുന്നു, ശരശരാന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോകുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന ജീവിതം. ഇന്നത്തെ യുഗത്തിൽ അത് വീണ്ടും ഭ്രാന്തമായ രീതിയിലായിരിക്കുന്നു. ഈ ഭ്രാന്തമായ രീതിയിലായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബലാത്സംഗങ്ങളും പലതരത്തിലുള്ള പീഡനങ്ങളും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ തടങ്കലിടാൻ ഏറ്റവും അനുയോജ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ആ ശൈശവ വിവാഹം വീണ്ടും നിലവിൽ വരിക, അല്ലെങ്കിൽ ഒരു 15 വയസ്സെങ്കിലും നിലവിൽ പ്രായപരിധി വെച്ചുകൊണ്ട് കുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുക. പെൺകുട്ടിക്ക് 15 വയസ്സും ആൺകുട്ടിക്ക് 18 വയസ്സും എന്ന രീതിയിൽ എങ്കിലും വിവാഹം കഴിച്ച് അയച്ചാൽ
പല പീഡനങ്ങളും കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല അവരുടെ ജീവിതവും ഭദ്രമാവും. അവർ മയക്കുമരുന്നിലും മറ്റിലും അടിമപ്പെടാതിരിക്കും. ഗുണ്ടാത്തരത്തിലും റൗഡിത്തരത്തിലും പോകാതിരിക്കും. പല തെറ്റുകളും അവർ ചെയ്യാതെ അവർ നല്ല രീതിയിലേക്ക് ജീവിതം നയിക്കുന്ന രീതിയിൽ നല്ലൊരു മനുഷ്യരായിത്തീരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ എടുത്തു നോക്കിയാൽ അറിയാം, ഡൽഹിയിൽ നടന്ന പീഡനത്തിന്റെ പിന്നിലും ചെറുപ്പക്കാരായ കുട്ടികളാണ്. മഹാഭാവം എന്ത് ചെയ്യും? പുരുഷന് സ്ത്രീകളോട് തോന്നുന്ന ആകർഷണം, ഒരു ഇണയ്ക്ക് ഇണയോട് തോന്നുന്ന ആകർഷണം ഈ ലോകത്ത് ആർക്കും മാറ്റാൻ പറ്റില്ല. ഈ ആകർഷണത്തിന് കൂടുതൽ സാഹചര്യം ഒരുക്കിക്കൊണ്ട് നഗ്നമായ വസ്ത്രങ്ങൾ ധരിക്കുകയും കൂടി ചെയ്താൽ, സെക്സ് കാണിച്ചുകൊണ്ട് നടന്നാൽ വീണ്ടും അതിനൊന്നുകൂടി ആപത്തിലേക്ക് വലിച്ചയക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ ചിലർ ചോദിക്കും, താങ്കൾക്കൊരു മകളുണ്ടെങ്കിൽ ഒരു 50 വയസ്സുകാരൻ്റെ കൂടെ 60 വയസ്സുകാരൻ്റെ കൂടെ കെട്ടിച്ചു വിടുക. അപ്പോൾ എനിക്കൊരു മകളുണ്ടെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുന്നതിലും അവൾ കന്യാമഠത്തിൽ പോയി ചേരുന്നതിലും ഉത്തമമായിട്ട് ഞാൻ കാണുക ഒരു പ്രായപ്പെട്ട ഒരു മനുഷ്യനെ ശുശ്രൂഷിച്ച് ജീവിതം ചെലവഴിക്കുന്നതാണ്. കാരണം ആ രണ്ടിലും മെച്ചം ഈ കാര്യമാണ്. അല്ലാതെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അല്ലാതെ നമ്മളോട് കുട്ടി അവൾക്ക് അനുയോജ്യമായ ഒരു 5, 8, 10 വയസ്സിന്റെ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ 12, 15 വയസ്സിന്റെ വ്യത്യാസത്തിൽ ഒരാളെ വിവാഹം കഴിച്ച് അവളെ പോറ്റാനും നോക്കാനും അവളെ സംരക്ഷിക്കാനും കഴിവുള്ള ഒരാളെ വിവാഹം കഴിച്ച് അവരുടെ കൂടെ സന്തോഷമായിട്ട് കുട്ടികളും മക്കളൊക്കെ ഉണ്ടായിട്ട് ജീവിക്കുന്നതും പിന്നീട് അവർ ഈ വൃദ്ധരായ മാതാപിതാക്കൾ ശുശ്രൂഷിക്കുന്നതാണ് എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുക. ഞാൻ എൻ്റെതായ ഒരു വീക്ഷണം ഇവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. അതിൽ ശരി തെറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ മനുഷ്യനും ഓരോ വീക്ഷണങ്ങൾ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സ്ഥിരീകരിക്കാം. സ്നേഹപൂർവ്വം.